കൊച്ചി എളമക്കരയിൽ 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അച്ഛൻ ജീവനൊടുക്കിയ കേസിൽ പല ദുരൂഹതകളുമുണ്ട്. കഴിഞ്ഞ 1 വർഷമായി കുഞ്ഞ് പീഡനത്തിന് ഇരയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അമ്മ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ അച്ഛൻ്റെ സംരക്ഷണയിലാണ് മകൾ വളർന്നു വന്നത്. കൂട്ടമരണത്തിന് പിന്നാലെ ഉയരുന്ന പല സംശയങ്ങളുമുണ്ട്. അച്ഛൻ കഴിഞ്ഞ കുറേ നാളുകളായി എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാതിരുന്നത്? പുറമെ നിന്ന് ആരെങ്കിലും വീട്ടിൽ പതിവായി വരാറുണ്ടായിരുന്നോ? ഇതറിയാൻ അമ്മയുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. പീഡന വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ എന്നതിൽ ഉൾപ്പെടെ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. കേസിൽ DNA പരിശോധന ഫലം നിർണായകമാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചി എളമക്കരയിൽ നിന്ന് കേട്ടത്. ഒരു 6 വയസ്സുകാരിയും അച്ഛനും മരിച്ച കേസ്. അതിന് പിന്നാലെയാണ് ആ കുഞ്ഞ് 1 വർഷത്തോളം ലൈംഗിക ചൂഷണത്തിന് ഇരയായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ, വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷെ ആരാണ് ഈ കുഞ്ഞിനെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും പല സംശയങ്ങളുമുണ്ട്. ഇത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഈ അമ്മയിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? മാത്രമല്ല, ഇത് ആരാണ് ആ കുഞ്ഞിനെ ചൂഷണത്തിന് ഇരയാക്കിയതെന്ന് അറിയണമെങ്കിൽ അതിൽ DNA പരിശോധനാ ഫലം ഉൾപ്പെടെ നിർണായകമാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ടോം, 16-ാം തീയതിയാണ് എളമക്കര പോണേക്കരയിലെ വാടക വീട്ടിൽ ഈ 6 വയസ്സുകാരിയെയും പിതാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് പരിശോധിക്കുമ്പോൾ കുട്ടി കട്ടിലിൽ മരിച്ച നിലയിലായിരുന്നു. പിതാവ് തൂങ്ങിയ നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. ഉടനെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ തന്നെ പോലീസിന് അതിൽ ചില അസ്വാഭാവികത തോന്നിയിരുന്നു. പ്രത്യേകിച്ച് കുട്ടിയുടെ ശരീരത്തിലെ ചില മുറിവുകളാണ് പോലീസിന് സംശയം തോന്നിയത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിൽ അമ്മയുടെ മൊഴിയെടുത്തു. അമ്മ പറയുന്നതനുസരിച്ച് ഭർത്താവുമായി തനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് നാളുകളായി ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല. കൊച്ചിയിലെ ഉള്ള ഒരു മോളിൽ ജോലി ചെയ്യുകയാണ് ഈ അമ്മ. ആ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ല. താനുമായി അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല എന്ന മൊഴിയായിരുന്നു അമ്മ പോലീസിന് നൽകിയത്. അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയായിരുന്നു പോലീസ്. ആ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഏറെ ഞെട്ടലുള്ള വാർത്ത, ആ കുട്ടി കഴിഞ്ഞ 1 വർഷമായി പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഈ മരിക്കുന്നതിന് 4 മണിക്കൂർ മുൻപും കുട്ടി പീഡനത്തിന് ഇരയായി എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പോലീസിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്താൻ സാധിച്ചത്. ഇതിനെ തുടർന്ന് അമ്മയിൽ നിന്നും ഇക്കാര്യം, അതായത് ഈ കുട്ടി പീഡനത്തിനിരയായി എന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നോ, കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ എന്നതൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അമ്മ പറയുന്നത് തനിക്ക് ഈ വിഷയത്തിൽ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. മകൾ പീഡനത്തിനിരയായി എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല. അച്ഛനുമായിട്ടായിരുന്നു മകൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത്. അച്ഛനോടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അച്ഛനും മകളോട് വളരെ സ്നേഹത്തോടുകൂടി തന്നെയായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ടാണ് മകൾ കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് എന്നൊരു മൊഴി മാത്രമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം മറ്റാരെങ്കിലും ഈ വീട്ടിൽ വരുമായിരുന്നോ, അല്ലെങ്കിൽ അച്ഛൻ ഈ പീഡന വിവരം അറിയാമായിരുന്നോ എന്നതിലൊക്കെ പോലീസിന്റെ അന്വേഷണം നടത്തുകയാണ്. മറ്റ് തെളിവുകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ DNA പരിശോധന ഏറെ നിർണായകം കൂടിയാണ്. സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം വരാനുള്ള ഒരു താമസം മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ അടുത്ത നീക്കം എന്നോണം അമ്മയെ ഒരിക്കൽ കൂടി മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. അമ്മയുടെ മൊഴികളിൽ ഒരിക്കൽ കൂടി പോലീസിന് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. അത്തരത്തിലേക്ക് വീണ്ടും അമ്മയെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ കുട്ടിയുടെ സ്കൂളിലെത്തി സഹപാഠികളെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നൊരു ഘട്ടത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. അത് 6 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ പ്രായം. ആ കുട്ടി സഹപാഠികളോട് ഏതെങ്കിലും തരത്തിലുള്ള, തനിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട കാര്യം സഹപാഠികളുമായി പങ്കുവച്ചിരുന്നോ എന്നതാണ് പോലീസിന് പ്രധാനമായും അറിയേണ്ടത്. പക്ഷെ 6 വയസ്സ് മാത്രമാണ്, അതായത് 1-ാം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. അത്രമാത്രം സഹപാഠികളോട് ഇക്കാര്യം പറയുമെന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അധ്യാപകരോടും സംസാരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. അവരുടെ മൊഴിയിൽ നിന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നത് കുട്ടിയുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള
തരത്തിലുള്ള മാറ്റമുണ്ടോ, ക്ലാസ്സിൽ എങ്ങനെയാണ് ആ കുട്ടിയുടെ പെരുമാറ്റം, ഇതെല്ലാം അധ്യാപകരിൽ നിന്നും അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരോട് തനിക്കിങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പീഡനത്തിനിരയായോ എന്തെങ്കിലും അധ്യാപകരുമായി പങ്കുവച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതുവരെയും കുട്ടിയെ ആരാണ് ഇങ്ങനെ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ ആരാണ് ഒരു വർഷമായി കുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചത് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. മറ്റൊരു കാര്യം, എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തത് എന്നതിലും ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പോലീസിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ പറയുന്നത് പ്രകാരം അച്ഛന് ഈ വിഷയം അറിയാമായിരുന്നു. അതറിഞ്ഞു ഈ അച്ഛനും മകളും തമ്മിൽ വലിയ അടുപ്പമായിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട്. അങ്ങനെ മകളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു പിതാവാണെങ്കിൽ എന്തിനാണ് അയാളെ ക്രൂരകൃത്യം ചെയ്തതെന്നാണ് ഒരു ചോദ്യം. മാത്രമല്ല, നമുക്കറിയാം സ്കൂൾ തലം മുതൽ സാധാരണ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു 6 വയസ്സുള്ള കുഞ്ഞ് അത് ഒരു വർഷം ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 5 വയസ്സ് മുതൽ ആ കുഞ്ഞിനെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും സ്വന്തം വീടിനുള്ളിൽ വെച്ചായിരിക്കാം അതൊക്കെ നടന്നതെന്ന ഒരു സൂചനകൾ പോലീസിനുണ്ട്. പക്ഷെ അതാരാണ് എന്ന് വ്യക്തത വരുത്താൻ കഴിയണം. പുറമേ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ, വീട്ടിലുള്ളവരാണോ? പോലീസിൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം എന്തായിരിക്കും? ഭർത്താവ് മദ്യപാനിയാണ്, അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ആളാണെന്ന ഒരു മൊഴിയാണ് ഭാര്യ പോലീസിന് നൽകിയിരിക്കുന്നത്. മറ്റ് സുഹൃത്തുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ ആരെങ്കിലും പതിവായി വരുന്നുണ്ടായിരുന്നോ, ഇതൊന്നും അറിയില്ല. ഈ അമ്മ ഇതുവരെയ്ക്ക് അത്തരത്തിലുള്ള മൊഴികൾ കൊടുത്തിട്ടില്ല. കാരണം അവർ പകൽ സമയങ്ങളിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ രാത്രിയൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ മകൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന കാര്യം ഒന്നും തന്നെ അമ്മയോട് പങ്കുവച്ചിട്ടുമില്ല. അത് തന്നെയാണ് പോലീസിന്റെ സംശയത്തിൽ നിൽക്കുന്നതും. അങ്ങനെയാണെങ്കിൽ അച്ഛനുമായിട്ട് അത്ര അടുപ്പം പുലർത്തുന്ന ഒരു പെൺകുട്ടി, ഇനി അച്ഛൻ ഏതെങ്കിലും വിധത്തിലുള്ള അച്ഛൻ തന്നെയാണോ ഇത് കുട്ടിയെ ഇത്തരത്തിലുള്ള ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ പീഡനത്തിന് ഇരയാക്കിയതെന്നൊരു സംശയം പോലീസിനുണ്ട്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ടോം. കാരണം അതിൽ പോലീസ് തന്നെ അതിലൊരു ആധികാരികത അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം, അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ പോലീസ് തന്നെ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് പ്രത്യേകിച്ച് ഈ ഒരു DNA പരിശോധനാ ഫലം കൂടി കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ അച്ഛനാണോ ഇതിൽ കാരണക്കാരനെന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ കുട്ടി അച്ഛനുമായിട്ടാണ് ഏറെ അടുപ്പമുള്ളത്. ഒന്നെങ്കിൽ അച്ഛൻ അറിയാം കുട്ടി ആരാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തതെന്ന്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. ചിലപ്പോൾ ആ പോലീസിന്റെ ഒരു സംശയം ആ രീതിയിലുമുണ്ട്. തനിക്ക് താൻ നേരിടുന്നത് ഒരു പീഡനമാണെന്നോ അല്ലെങ്കിൽ ലൈംഗികമായി തന്നെ ഉപദ്രവിക്കുകയാണെന്നോ എന്നൊരു തിരിച്ചറിവ് ചിലപ്പോൾ ആ കുട്ടിക്കുണ്ടായി കാണില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം അമ്മയോട് പോലും ഇക്കാര്യം പറയുമായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത്. ഇനി തനിക്ക് നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ താൻ അനുഭവിച്ച വേദന കഴിയാത്തൊരു ഇത്രയും നാളുകളായി സ്വന്തം അമ്മ, ഒരു മകൾ, അതും 5 വയസ്സുള്ള ഒരു മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അമ്മ അറിഞ്ഞില്ലെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അമ്മയോട് കുഞ്ഞ് ഇക്കാര്യം മറച്ചു വയ്ക്കുക. കാരണം ആ ഒരു പ്രായമൊന്നും അല്ലാതെ, കാരണം ഒരു തിരിച്ചറിവില്ലാത്തൊരു പ്രായമാണ്. സ്വാഭാവികമായും അത്തരം ഒരു പീഡനങ്ങൾ ഏൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അമ്മയോട് ആ വേദന പങ്കുവയ്ക്കാം, ആ വിഷമങ്ങൾ പങ്കുവയ്ക്കാം. ഈ അമ്മ കാര്യമായ രീതിയിൽ ഈ മകളെ നോക്കിയിരുന്നില്ലേ, അല്ലെങ്കിൽ കുടുംബവുമായി അത്ര ബന്ധമുണ്ടായിരുന്നില്ലേ? അത്തരം കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. പോലീസ് അക്കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ അമ്മ ജോലിക്ക് പോകുന്നതാണ്. ഭർത്താവുമായി നിരന്തരം പ്രശ്നമുണ്ടായിരുന്നു എന്ന് അമ്മ പോലീസിന് മൊഴി നൽകി. പ്രത്യേകിച്ച് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക ബാധ്യതയൊക്കെയുണ്ട്. ഒരു ജോലി ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് അച്ഛൻ. പക്ഷെ കുറച്ചു നാളുകളായി ജോലിക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി അമ്മയാണ് കൂടുതൽ ജോലിക്ക് പോകുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളും. അച്ഛൻ അമിതമായി മദ്യപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഇവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് അമ്മ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളൊന്നും അമ്മയിൽ നിന്നും പോലീസ് വീണ്ടും എടുക്കുന്ന മൊഴിയിൽ മാത്രമേ അതിലൊക്കെ വ്യക്തത കൈവരികയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, കുട്ടി അച്ഛനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം
ചിലവഴിച്ചിരുന്നത് അച്ഛനുമായിട്ടാണെന്നാണ് പോലീസിന് അമ്മ നൽകിയിരിക്കുന്ന മൊഴി. ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിക്ക് താൻ നേരിടുന്നത് ഇത്രയും വലിയൊരു അതിക്രമമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കുമോ എന്നൊരു സംശയം പോലീസും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധം കാരണമാണോ ഇങ്ങനെ ആത്മഹത്യ, ഇരുവരെയും മകളെയും കൊന്ന് ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാര്യത്തിലേക്ക് അച്ഛനെ എത്തിച്ചതും ആ തരത്തിലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഏറെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു വാർത്ത തന്നെയായിരുന്നു എളമക്കരയിലെ 6 വയസ്സുകാരി മരണശേഷമാണ് അറിയുന്നത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയുന്നത്. കുട്ടി 1 വർഷമായി ലൈംഗിക പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നും അതോടൊപ്പം തന്നെ മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പും കുട്ടി പീഡനത്തിന് ഇരയായി എന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യം പോലീസ് ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവുകളും ഒക്കെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി DNA പരിശോധനാ ഫലത്തിനായി പോലീസ് കാത്തിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ അമ്മയുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കുക എന്നൊരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കേട്ടോ, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒരു പറക്കം മുറ്റാത്ത പ്രായത്തിലാണ് ഇത് കുഞ്ഞ് സ്വന്തം വീട്ടിൽ വെച്ച് ക്രൂരമായ പീഡനത്തിന് ഇരയായത്. അവിടെ ആരാണ് അതിന് ഉത്തരവാദി? കുഞ്ഞിനെ വേട്ടയാടിയതെന്ന് കണ്ടെത്തണം. അമ്മയ്ക്ക് ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ടോ? ഈ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് ബോധപൂർവം മറച്ചു വെച്ചിട്ടുണ്ടോ? മറ്റാരെങ്കിലും വീട്ടിൽ പതിവായി വന്നിരുന്നോ? ഇക്കാര്യങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.